തിരുവനന്തപുരം നേമം മണ്ഡലത്തിലെ വികസനവുമായി ബന്ധപ്പെട്ട സംവാദത്തെ ചൊല്ലി തർക്കം തുടരുകയാണ്. സംവാദത്തിന് തീയതിയും സമയവും തീരുമാനിക്കാൻ വി ശിവൻകുട്ടി ആരെന്നാണ് NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്റെ ചോദ്യം. ഇന്ന് പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് സംവാദം ഉയർത്തിക്കൊണ്ടുവരുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ശിവൻകുട്ടിയാണോ തീരുമാനിക്കേണ്ടത് എവിടെയാണ് നടക്കുന്നത് സംവാദം? ഞാനല്ലേ തീരുമാനിക്കേണ്ടത്, ജനങ്ങളെ തീരുമാനിക്കേണ്ടത്. കുറച്ച് വെയിറ്റ് ചെയ്യൂ, ഞാൻ പറയാം, ഞാൻ തീരുമാനിക്കാം എവിടെയാണ് സംവാദം, എപ്പോഴാണ്, ഏത് സമയം, ഏത് ഡേറ്റ് ഞാൻ തീരുമാനിച്ചിട്ട് അദ്ദേഹത്തോട് പറയാം. അദ്ദേഹമല്ല തീരുമാനിക്കേണ്ടത്. ഇന്ന് നരേന്ദ്രമോദിജി തൃശ്ശൂരും പാലക്കാട് വരുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം TV ചാനലെല്ലാം കവർ ചെയ്യുന്നു. അപ്പോൾ അതിന്ന് ശ്രദ്ധ തിരിക്കാൻ ഈ തന്ത്രമൊന്നും നടക്കില്ല. എന്നാൽ ഈ സംവാദ വിവാദത്തിൽ രാജീവ് ചന്ദ്രശേഖറിനെ വിടുന്ന മട്ടില്ല വി ശിവൻകുട്ടി. എപ്പോൾ വേണം എങ്കിലും ചർച്ചയ്ക്ക് തയ്യാറാണെന്നാണ് വി ശിവൻകുട്ടി പറയുന്നത്. സംവാദത്തിന്റെ മുഴുവൻ ചെലവും താൻ വഹിച്ചോളാം. ചർച്ചയ്ക്ക് തയ്യാറാവാത്ത രാജീവ് ചന്ദ്രശേഖർ മാപ്പ് പറയണം. നേമത്ത് കോൺഗ്രസും BJPയും തമ്മിലാണ് ഡീൽ എന്ന് കൂടി വി ശിവൻകുട്ടി പറഞ്ഞു വയ്ക്കുന്നു. അദ്ദേഹം വിചാരിച്ചില്ല ഞാനിങ്ങനെ സമയവും സ്ഥലവും നിശ്ചയിക്കുമെന്ന് അദ്ദേഹം വിചാരിച്ചില്ല. ഞാൻ പൂജപ്പുരയും ഡേറ്റ് നിശ്ചയിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് പ്രധാനമന്ത്രി വരുന്നതിൻ്റെ അസൗകര്യമുണ്ട് എന്ന് ആദ്യം പറഞ്ഞു. പിന്നെ പറഞ്ഞു അത് മുഖ്യമന്ത്രിയായിട്ടാണ് ചർച്ച ചെയ്യേണ്ടത്. മുഖ്യമന്ത്രിയായിട്ടാണെങ്കിൽ 140 മണ്ഡലത്തിൻ്റെ കാര്യമല്ലേ ചർച്ച ചെയ്യേണ്ടത്. അത് രാഷ്ട്രീയ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, അതിന് പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ കള്ളത്തരം പറഞ്ഞതിന് അങ്ങ് മാപ്പ് പറയേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രസ്ഥാനം പിൻവലിക്കേണ്ടതായിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.